ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് നേട്ടം ഉറപ്പാക്കൂ. ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ബ്രോക്കർ UPSTOXനൊപ്പം 10 ലക്ഷം കസ്റ്റമേഴ്സ്, 1 മില്യണിലധികം ഡൗൺലോഡ്സ്, ലൈഫ് ടൈം ഫ്രീ ഡെലിവറി ട്രേഡ്സ്, 100+ ഇൻഡിക്കേറ്റേഴ്സ് ചാർട്ടിംഗ് ഓപ്ഷൻസ്, ഇൻട്രാഡേ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗ്. ഓരോ ഓർഡറിനും ബ്രോക്കറേജ് ഫീസ് വെറും 20 രൂപ മാത്രം. ഇപ്പോൾ തന്നെ UPSTOX അക്കൗണ്ട് തുടങ്ങുവാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലോ അതല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന കമന്റിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് UPSTOX അക്കൗണ്ട് തുടങ്ങൂ. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച നിങ്ങളുടെ നേട്ടം ഇന്ന് തന്നെ ഉറപ്പാക്കൂ. ന്യൂജൻകാർക്കായി ഒരു മണി മാനേജ്മെൻറ്റ് പ്ലാൻ. മിതവ്യയം ശീലിക്കാൻ നല്ലൊരു പരിശീലനകാലം കൂടിയാണ് ഈ കൊറോണ കാലം. ആവശ്യങ്ങൾ അറിയാനും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാനുമായി ഇനി ഇതുതന്നെ അങ്ങോട്ട് പിന്തുടരുക. എത്ര ഉയർന്ന വരുമാനമുണ്ടെങ്കിലും 15-ാം തീയതിക്ക് മുമ്പേ പോക്കറ്റ് കാലിയാണ്. പിന്നെ കയ്യിലുള്ള 5-6 ക്രെഡിറ്റ് കാർഡ് കൊണ്ടാണ് കളി. വായ്പകൾക്ക് ഒരു കുറവുമില്ല. കുറഞ്ഞത് 8-10 എപ്പോഴും കാണും. ഇത്തരക്കാരാണ് കൊറോണ ലോക്ക്ഡൗണിൽ സാധാരണക്കാരേക്കാൾ പെട്ടുപോയത്. ഇനി വിഷമിക്കാനിരിക്കുന്നതും ഇവർ തന്നെയാകും. ഭൂരിപക്ഷത്തിനും ശമ്പളം വെട്ടിക്കുറയ്ക്കലോ തൊഴിൽ നഷ്ടമോ സംഭവിച്ചു കഴിഞ്ഞു. ഇവർക്കായി ചില മണി മാനേജ്മെൻറ്റ് നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ക്രെഡിറ്റ് കാർഡ് മാറ്റിവെക്കുക. ജീവവായുവാണ്, അതില്ലാതെ എങ്ങനെ ജീവിക്കും എന്ന ചിന്ത മാറ്റുക. കയ്യിൽ പണം ഇല്ലാത്തപ്പോഴല്ലേ ക്രെഡിറ്റ് കാർഡ് എന്ന സംശയവും വേണ്ട. വരുമാനം കുറഞ്ഞതോടെ നിങ്ങളുടെ വലിയ ശത്രുവായി മാറി ഈ കാർഡ്. ഡെബിറ്റ് കാർഡ് മാത്രം. വരുന്ന കുറേ മാസങ്ങളിൽ എങ്കിലും ഡെബിറ്റ് കാർഡ് മാത്രം ഉപയോഗിക്കുക. ഇതിൽ കയ്യിലുള്ള പണം കൊണ്ടേ ഇടപാട് സാധ്യമാകൂ. സ്വാഭാവികമായും ആവശ്യമില്ലാത്തവ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. ഫലമോ ചിലവ് കുത്തനെ കുറയുന്നു. എക്സ്ട്രാ വർക്കൗട്ട്. ഇതുവരെ നിങ്ങൾ ചെയ്തതുപോലെ ജിമ്മിലല്ല, നിങ്ങളുടെ വരുമാന മാർഗത്തിലാണ് ഇത് എഫക്റ്റീവ് ആവേണ്ടത്. പാർട്ട് ടൈമായും ഓൺലൈനിലൂടെയും ഒക്കെ പണമുണ്ടാക്കാൻ ഒട്ടേറെ അവസരങ്ങൾ ഇന്നുണ്ട്. ശ്രമിച്ചാൽ ആർക്കും ഇത്തരം ഒരു വരുമാനം കണ്ടെത്താനാകും. പലിശ കൂടിയവ ആദ്യം. വരുമാനം കുറഞ്ഞതോടെ പല വായ്പകളും തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ആദ്യം ഉയർന്ന പലിശയുള്ള വായ്പ അടയ്ക്കണം. ക്രെഡിറ്റ് കാർഡ്, വ്യക്തിഗത വായ്പകൾ പോലുള്ളവ. അതിനായി വായ്പകൾ ലിസ്റ്റ് ചെയ്ത് പട്ടിക തയ്യാറാക്കുക. പുതിയത് കൊണ്ട് പഴയത് അടയ്ക്കുക. പലിശ ഗണ്യമായി കുറയുകയാണ്. അതിനാൽ നിലവിലെ വായ്പകൾ കുറഞ്ഞ നിരക്കിലേക്ക് മാറ്റാൻ ബാങ്കിനോട് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിൽ പുതിയതെടുത്ത് ആദ്യത്തേത് അടച്ചു തീർക്കാം. അങ്ങനെ മാസത്തവണയിൽ കുറവ് വരുത്താം. വ്യക്തിഗത വായ്പകളുടെ പലിശ 10 മുതൽ 11% വരെ താഴ്ന്നിട്ടുണ്ട്. സുരക്ഷിത വായ്പകളിലേക്ക് മാറാം. ഭൂമി, പോളിസി, ഓഹരി, മ്യൂച്വൽ ഫണ്ട്, സ്വർണം തുടങ്ങിയവ ഈടുവെച്ച് വായ്പകളെടുത്തും പഴയ വായ്പകൾ ഒഴിവാക്കാം. സിബിൽ സ്കോർ കുറഞ്ഞവർക്കും ഇവ ലഭ്യമാണ്. കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും നിവർത്തിയില്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കടം ചോദിക്കാം. ദീർഘകാല വായ്പകൾ പുനഃസംഘടിപ്പിക്കാം. വാഹന വായ്പയും ഭവന വായ്പയും റീസ്ട്രക്ചർ ചെയ്യാനായി ബാങ്കിനെ സമീപിക്കാം. വായ്പ കിട്ടാക്കടമാകുന്നില്ല എന്നതിനാൽ ബാങ്കുകൾക്കും ഇത് താല്പര്യമാണ്. നിങ്ങൾക്ക് തവണ കുറഞ്ഞു കിട്ടും. സ്ഥിതി മെച്ചപ്പെട്ടാൽ ആകർഷക നിരക്കിൽ വായ്പ ഉറപ്പാക്കാനും ഇത് സഹായിക്കും. ഓഫറുകളും ഷോപ്പിങ്ങുകളും വേണ്ടേ വേണ്ട. ഷോപ്പിങ്ങിനും വലിയ ഓഫറുകൾക്കും പിന്നാലെ പായുന്നവരാണ് പുതിയ തലമുറ. കുറച്ചു കാലത്തേക്ക് അത് വേണ്ടെന്ന് ഉറപ്പിക്കുക. എന്നാൽ അത്യാവശ്യ വസ്തുക്കൾ ഓൺലൈനായി കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം. ചിലവ് കുറയ്ക്കുക. കേൾക്കുമ്പോൾ പ്രയാസം തോന്നാം. പക്ഷേ കഴിഞ്ഞ 2 മാസത്തെ അനുഭവം പരിശോധിക്കുക. കണക്കുകൾ എഴുതുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടാകില്ല. എങ്കിലും ബോധ്യപ്പെടും വളരെ കുറഞ്ഞ പണം മാത്രം ചിലവിട്ടാണ് നാം ജീവിച്ചത് എന്ന്. മുൻ മാസത്തിലെ പകുതിയോ 4/1 ചിലവാക്കാനില്ലാഞ്ഞിട്ടും അത്യാവശ്യങ്ങളെല്ലാം നടന്നുവല്ലോ എന്നോർത്ത് നാം ആശ്ചര്യപ്പെടും. അതിനിയും സാധ്യമാണ്. വരവ് ചിലവുകൾ എഴുതി വയ്ക്കാം. മുൻപ് ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ഒരു കാര്യമായിരിക്കും ഇത്. ഈ പ്രതിസന്ധിയിൽ അതിന് വീണ്ടും ശ്രമിക്കുക. ഓരോ ദിവസത്തെയും ചിലവുകൾ എഴുതി വയ്ക്കുക. ഈ ശീലം ഭാവിയിൽ ഗുണം ചെയ്യും. വകയിരുത്തിയാൽ 1000-ഓ 500-ഓ മിച്ചപ്പിടിക്കാനായാൽ അത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓർക്കുക, ജീവിക്കുവാൻ അത്ര ചിലവില്ല. പലർക്കും ചിന്തിക്കാൻ പോലുമാകാത്ത കുറഞ്ഞ ചിലവിലാണ് 2 മാസമായി നാം ജീവിക്കുന്നത്. ഒഴിവാക്കാനേ പറ്റില്ലെന്ന് വിശ്വസിച്ച പലതും ജീവിതത്തിൽ നാം ഒഴിവാക്കി. അതൊന്നും ആവശ്യമുള്ളവ അല്ലെന്നും നാം മനസ്സിലാക്കി. ചെറിയ രോഗത്തിനും ആശുപത്രിയിലേക്ക് ഓടുക. അവർ പറയുന്ന ടെസ്റ്റുകൾ നടത്തുക. മരുന്നുകൾ കഴിക്കുക. ചികിത്സാ രീതികൾ പിന്തുടരുക. ഇതെല്ലാം 4/1 ചുരുങ്ങിയിരിക്കുന്നു. അതായത് അത്യാവശ്യമെന്ന് കരുതി പണം മുടക്കിയത് പലതും ആവശ്യമേ ഇല്ലാത്തതാണെന്ന് നാം മനസ്സിലാക്കി. വളരെ കുറഞ്ഞ ചിലവിലും നമുക്ക് ജീവിക്കാമെന്ന് കൊറോണ കാലം നമുക്ക് തെളിയിച്ചു തന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം കമൻറ്റിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും ഈ അറിവ് പകരാനായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരറിവുമായി മണിയൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നന്ദി, നമസ്കാരം.